രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. 2024 ഏപ്രിൽ 20 തീയതിയാണ് നമ്മൾ ഈ സ്കൂൾ ആരംഭിച്ചത്. കീബോർഡ്, വയലിൻ, ഗിറ്റാർ, ഫ്ലൂട്ട്, സംഗീതം, ശാസ്ത്രീയ സംഗീതം. സംഗീതം എന്ന് പറയുമ്പോൾ ലളിതഗാനം, സംഘഗാനം, ദേശഭക്തി ഗാനം, കവിത, മാപ്പിളപ്പാട്ടുകൾ, കോമ്പറ്റീഷൻ സോങ്, ക്രിസ്ത്യൻ സോങ്, സിനിമ സോങ്, കരോക്ക ഗാനങ്ങൾ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ഗാനങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഭരതനാട്യം, വെസ്റ്റേൺ എന്നീ കലകളും ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെടുക. അടുത്ത എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നതാണ്. ആദ്യമായി സ്വാഗതം അർപ്പിക്കേണ്ടത് ഫാദർ പുഷ്പശോഭനൻ, CSI ചർച്ച് ചുണ്ടല്ലൂർ. അദ്ദേഹം ഞാൻ പോകുന്ന ചർച്ചിലെ അച്ഛനാണ്. ഈ സ്കൂള് ആരംഭിക്കുന്ന ദിവസത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രയറോടുകൂടിയാണ് ഞങ്ങൾ ഈ സ്കൂള് ആരംഭിച്ചത്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഞങ്ങളോട് സഹകരിക്കുകയുണ്ട്. കാരണം സ്കൂളിനെ കുറിച്ചുള്ളതായ എല്ലാ കാര്യങ്ങളും കേട്ടറിയുകയും എനിക്ക് വേണ്ട ഒത്താശകൾ നൽകി തരികയും ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തപ്പോൾ ഞാൻ ആദ്യം പോയി അച്ഛനോടാണ് പറഞ്ഞത്. അപ്പോൾ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുകയും അദ്ദേഹം തക്ക സമയത്ത് തന്നെ ഈ വേദിയിൽ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും കൃപാ മിഷൻ സ്കൂളിൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലുള്ള സ്വാഗതം ഞാൻ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. അടുത്തതായി സ്വാഗതം അർപ്പിക്കേണ്ടത് നമ്മുടെ ഈ മീറ്റിംഗിനെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കപ്പെട്ട സന്തോഷ് അവർക്കാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാനാണ്. അദ്ദേഹം സ്വരലയ യേശുദാസ് അവാർഡ് വിന്നറാണ്. സംഗീത സംവിധായകനാണ് അദ്ദേഹം. ധാരാളം ചലച്ചിത്രങ്ങൾ അദ്ദേഹം പാടിയെടുത്തിരിക്കുകയാണ്. എനിക്കും ഒരു ചെറിയ ആൽബത്തിൽ അദ്ദേഹത്തെ കൊണ്ടൊരു പാട്ട് പാടാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്കൂളിനെ കുറിച്ച് ഇങ്ങനെ ഒരു ചെറിയ ആൽബം നടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ എനിക്ക് അപ്പോഴേ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു സാറിനെ വിളിച്ച് ഈ ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സഹോദരൻ സതീഷ് കുമാറിനോട് ഞാൻ ഈ കാര്യങ്ങൾ പറയുകയും അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ഫോണിൽ കൂടെ നേരത്തെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തക്ക സമയത്ത് കടന്നു വരികയും അദ്ദേഹം ഈ വേദിയെ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി അദ്ദേഹത്തിന് കൃപാ മിഷൻ സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലുള്ള സ്വാഗതം ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തോട് ഇങ്ങനെ ചെറിയ
സമയത്ത് സ്വാഗതം അർപ്പിക്കുന്നത് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട കൂട്ടുകാരി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതുമായ ശ്രീദിയാനായ അവർ ഗവൺമെൻറ് സ്കൂളിൽ സ്കൂളിലെ ടീച്ചറാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം ഞാൻ വിളിച്ചപ്പോൾ സംസാരിച്ചിരുന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അങ്ങനെ എത്തിച്ചേരുകയും നേരത്തെ തന്നെ കടന്നു വന്നവിടെ സ്കൂളിൽ സമയം ഉണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ടീച്ചർ പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വേദിയിലെത്തിയ ടീച്ചറിന്റെ സ്കൂളിന്റെ പേരിലും എൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലുള്ള സ്വാഗതം ഞാൻ ഈ സമയത്ത് നടത്തുകയാണ്. അടുത്തതായിട്ട് രണ്ട് വ്യക്തികളെ ഞാൻ വിളിച്ചിരുന്നു. ഒന്ന് അനിൽ ഭാസ്കർ സാർ, അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവ് അദ്ദേഹം ഞാൻ പെട്ടെന്ന് ന്യൂസിൽ കൊണ്ട് ഞങ്ങൾ ചെറിയ പ്രശ്നത്തിൽ അദ്ദേഹം എത്തിയാണ് എന്നെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം വേദിയില്ലെങ്കിൽ ഞാൻ ആ സമയം അദ്ദേഹത്തിന് സ്വാഗതം അർപ്പിക്കുകയാണ്. അതിനുവേണ്ടി റഷ്യൻ അച്ഛൻ ഒരു ഫാദർ അദ്ദേഹത്തിന്റെ ചർച്ചിലെ ഒരു വ്യക്തി ഒരു ചെറുപ്പക്കാരൻ മരിച്ചുപോയി. അദ്ദേഹത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുന്നില്ല. അദ്ദേഹത്തെ ഞാൻ ഈ സമയത്ത് സ്വാഗതം അർപ്പിക്കുകയാണ്. സ്വാഗതം അർപ്പിക്കണം നമ്മുടെ സ്കൂളിലെ അധ്യാപകർക്കാണ്. ബിനു സാറാണ് കീബോർഡും വയലിനും ഗിറ്റാർ ഫ്ലൂട്ട് പഠിപ്പിക്കുന്നത്. സാർ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ്. കൃത്യനിഷ്ഠതയോടുകൂടി എല്ലാ ദിവസവും ക്ലാസ്സുള്ള എല്ലാ ദിവസവും സമയത്ത് കൃത്യനിഷ്ഠതയോടുകൂടിയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാറും കൂടെയാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഒരു അഭിമാനം കൂടെയാണ്. സാറും എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെ ഒപ്പം നിന്ന് വളരെ സഹകരണം കൂടെ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ സാറിനും നമ്മുടെ ഈ സ്കൂളിൻ്റെ പേരിലും ഞങ്ങൾ എല്ലാവരുടെ പേരിലുള്ള സ്വാഗതം ഞാൻ ഈ സമയത്ത് അടുത്തതായിട്ട് സ്വാഗതം അർപ്പിക്കേണ്ടത് സംഗീത അധ്യാപികയായ ജലജ ടീച്ചറിനാണ്. എൻ്റെ അനുജത്തെയാണ്. തിരുവനന്തപുരം സോദര സംഗീത കോളേജിൽ ഡിപ്ലോമ പാസ്സായ ടീച്ചറാണ്. എല്ലാവർക്കും അറിയാം. അങ്ങനെ ടീച്ചറും എല്ലാ ആഴ്ചകളിലും കറക്റ്റായിട്ട് വന്ന് ക്ലാസ്സുകൾ എടുക്കുകയും ഉത്തരവാദിത്തത്തോടുകൂടി എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ടീച്ചറിനും സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലുള്ള സ്വാഗതം ഞാൻ ഈ സമയത്ത് സ്വാഗതം അർപ്പിക്കുന്നത് നമ്മുടെ സ്കൂളിലെ ഡാൻസ് പഠിപ്പിക്കുന്ന ഡാൻസ് അധ്യാപികയാണ്. അവരുടെ കർണാടകയിൽ വെസ്റ്റേൺ ഡാൻസ് പഠിപ്പിക്കുകയാണ്. അവരുടെ പേര് ശ്രീലേഖ ടീച്ചറാണ്. അവരും നമ്മുടെ സ്കൂളിൻ്റെ അവരുടെ അഭിമാനം തന്നെയാണ്. ടീച്ചറിനും സ്കൂളിൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലുള്ള സ്വാഗതം സമയപ്പെടുത്തുന്നത്. സ്വാഗതം അർപ്പിക്കുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കാണ്, അവരുടെ പേരൻസിനാണ്. മറ്റുള്ള ദേശത്തു നിന്ന് കടന്നു വന്നവരും എല്ലാം ഞാൻ ഒരിക്കൽ വാക്കിൽ സ്വാഗതം അർപ്പിക്കുകയാണ്. അടുത്തതായിട്ട് സ്വാഗതം അർപ്പിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ്, ഇവിടെ പഠിച്ച കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അവർക്ക് ഞാൻ ഈ ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ്. അടുത്ത സ്വാഗതം അർപ്പിക്കേണ്ട ശബ്ദവും വെളിച്ചമൊക്കെ ഞങ്ങൾക്ക് റെഡിയാക്കി തരുന്ന അദ്ദേഹത്തിനും നമ്മുടെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് സ്വാഗതം അർപ്പിക്കുകയാണ്. അടുത്തായിട്ട് നമ്മുടെ വീഡിയോ അതിനായിട്ട് സ്കൂളിൻ്റെ വിദ്യാർത്ഥികളെ വേദിയിൽ ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും ടീച്ചറെ കരഞ്ഞെടുത്ത് സ്വാഗതം.
ഇപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി എല്ലാവരും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, സ്കൂളിലെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ വേദിയിലേക്ക് പോകാം. നിങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഇത് ചെയ്യുന്നത്. அன்பர்களே, வெளியே நிறுத்துவார்கள் தயவு செய்து மண்டபத்துக்குள்ளாக வரும்படியாக அன்போடு கேட்கிறேன். இந்த நேரத்திலே ஜெபித்து இந்த நிகழ்வு ஆரம்பிக்கப்படுகிறது. கிருபா இன்னிசை பள்ளி முதலாம் ஆண்டு நினைவு மிக சிறப்பாய் கொண்டாடுவதற்காக ஆண்டவர் நமக்கு உதவி செய்திருக்கிறார். ബഹുമാനപ്പെട്ട സന്തോഷ് അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കൃപ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ 2ാം വാർഷികമാണ് നമ്മളിവിടെ വളരെ സന്തോഷപൂർവ്വം ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളോടും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ ഒരു പ്രോഗ്രാമിലും അതോടൊപ്പം ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും മറ്റ് കലാകാരന്മാരും കലാകാരികളും എല്ലാവരെയും ഞാൻ നന്ദി അറിയിക്കുന്നു. കൃപ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് എന്നെ ഇവിടെ ക്ഷണിച്ച ഇതിൻ്റെ ഡയറക്ടർ ശ്രീമതി പി വിജയപ്രിയ ചേച്ചി, ഈ ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്യാനുള്ള അത്രത്തോളം വലിയ ആളാണോ ഞാൻ എനിക്കറിയില്ല.
ചേച്ചിയുടെ സംഗീതത്തിൽ ഒരു 2 വർഷം മുമ്പ് ഞാനൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് പാടുവാൻ ഇടയായി. വളരെ മനോഹരമായി ചേച്ചി അത് സംഗീതം ചെയ്തു. അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് പാടിക്കൊടുത്തു. ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കാം ചേച്ചി ഈ സ്കൂളിൻ്റെ 2ാം വാർഷിക ചടങ്ങിൽ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചു. ഒരുപാട് സന്തോഷം. ഈ ഒരു നിമിഷം എല്ലാ കാലത്തും മനസ്സിൽ സൂക്ഷിക്കുന്നതായിരിക്കും. നമ്മുടെ അധ്യക്ഷനായി ഇവിടെ എത്തിയിരിക്കുന്ന ഫാദർ പുഷ്പശോഭനൻ അച്ഛന്, അതേപോലെ മറ്റ് ഇതിലിരിക്കുന്ന അഡ്വക്കേറ്റ് ടി ഷിബു, ഫാദർ റജിൻ, ശ്രീ അനിൽ ഭാസ്കർ, ശ്രീ ചെമ്പൂര് ജയകുമാർ, ശ്രീജ നായർ, ശ്രീ സഞ്ജു രാജു, മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. ഒരു സംഗീത വിദ്യാലയം എന്ന് പറയുന്നത് കുട്ടികളുടെ ആദ്യാക്ഷരം പഠിക്കുന്നത് പോലെ നമ്മുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഇവിടെ പഠിച്ച് അവർ കൂടുതൽ ഉന്നതികളിലേക്ക് എത്തിച്ചേരാൻ ഞാൻ എൻ്റെ പ്രാർത്ഥനയോടെ എൻ്റെ മക്കൾക്ക് അനുഗ്രഹം കൊടുക്കുകയാണ്. എല്ലാവരും ഇവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ഒക്കെ നെറുകയിൽ, പ്രശസ്തിയുടെ നെറുകയിൽ എത്തിച്ചേരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കൂടുതൽ പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല. അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ഇവിടെ ക്ഷണിച്ചതിനും എന്നെ എൻ്റെ വാക്കുകൾ കേൾക്കുകയൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഞാനൊരു പാട്ട് പാടും. എന്നെ എത്ര പേർ കൂടി ഇരിക്കുന്നവർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാട്ട് പാടാം. असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्यो मा अमृतं गमय ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃക ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു മ്യൂസിക്കൽ ചെറിയ പ്രോഗ്രാമുണ്ട്. അതിൽ 1-2 പാട്ടുകളൊക്കെ പാടിയിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ. ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. അപ്പോൾ അധികം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ കൃപ മ്യൂസിക്കൽ സ്കൂളിൻ്റെ പ്രാഥമിക വാർഷികത്തിനാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്.
അപ്പോൾ ഇടയിൽ നിറവേറ്റിയിരിക്കുന്ന കർത്തവ്യം കൃതജ്ഞത പറയുക എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടാവും, ഞാൻ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഇപ്പോൾ കൃതജ്ഞത പറയുന്നത് വേദിക്ക് കയറുന്നു. നമ്മളെല്ലാത്തിനും ഒരു ഓൾറൗണ്ടറാണ്. അങ്ങനെ ഇന്ന പരിപാടിയൊന്നും നമ്മളെല്ലാ പരിപാടിയും ചെയ്യും. അപ്പോൾ ഈ കൃതജ്ഞതയിലേക്ക് നടക്കുന്നതിന് 2 വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുവാണ്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യം ഇപ്പോൾ ശരി പ്രതിസന്ധി എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അതിർത്തിയിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ജവാന്മാരൊക്കെ അവിടെ അവർ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഈ വേദിയിലും ഇവിടെ സന്തോഷത്തോടെ ഇവിടെ ഒത്തുകൂടാനൊക്കെ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് മതത്തിലാണോ അല്ലെങ്കിൽ ഏത് ദൈവത്തിലാണോ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത്, പ്രാർത്ഥിക്കുക. അതിർത്തിയിലുള്ള നമ്മുടെ ജവാന്മാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഇപ്പോൾ വളരെ അതിന്റെ ഏറ്റവും വലിയ ഘട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മുടെ നാടിനെയും നമ്മുടെ ജവാന്മാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് തുടങ്ങട്ടെ. ഒരു സമൂഹത്തിന് ഒരു മ്യൂസിക് സ്കൂൾ നൽകുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു കടമയുണ്ട്. നേരത്തെ നമ്മുടെ ദേവകുമാർ സാർ പറഞ്ഞ പോലെ, അദ്ദേഹത്തിന്റെ റിലേറ്റീവ് എന്തായാലും സാർ എന്നാണ് വിളിക്കുന്നത്. നാളത്തെ കലാകാരന്മാരെ വളർത്തിയെടുക്കുന്നത് ഇതുപോലെയുള്ള മ്യൂസിക് സ്കൂളിൽ നിന്നാണ്. നാളത്തെ പ്രഗത്ഭരായ കലാകാരന്മാരായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്ന് വരുന്നത്. അപ്പോ കൃപ മ്യൂസിക്കൽ സ്കൂൾ വഹിച്ചിരിക്കുന്ന പങ്ക് മേൽപ്പാല എന്ന നാടിന് ചെറുതൊന്നുമല്ല. കാരണം ഇങ്ങനെ ഒരു മ്യൂസിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. വളരെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു പ്രാരംഭ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഇരിക്കുന്ന ഇതിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന വിജയപ്രിയ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തെയാണ്. അപ്പോ ഈ മ്യൂസിക് സ്കൂളിന്റെ പ്രാരംഭഘട്ടം മുതൽ തന്നെ ഇതിന്റെ ഉയർച്ച താഴ്ചകളിലൊക്കെ ഞാൻ അടുത്ത് നിന്ന് നിരീക്ഷിച്ച ഒരു വ്യക്തിയാണ്. അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ മ്യൂസിക് സ്കൂൾ ഇത്രയും നല്ല രീതിയിൽ വളർത്തിയെടുത്തിരിക്കുന്നത്. ചില പരിഹാസങ്ങൾ, കുത്തുവാക്കുകളൊക്കെ അവരെ കേട്ടിട്ടുണ്ട്. ഞാനും അതൊക്കെ കേൾക്കാനൊക്കെ ഇടയായി. അതിലൊക്കെ തരണം ചെയ്തിട്ടാണ് മ്യൂസിക് സ്കൂൾ അവരിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഒരു ആദ്യത്തെ വർഷം വാർഷികം നമ്മൾ ആഘോഷിക്കുന്നു. ഇനി അടുത്ത വർഷം അത് 2 ആകട്ടെ, പിന്നെ അത് 5 ആകട്ടെ, 10 ആകട്ടെ, 15 ആകട്ടെ, അങ്ങനെ ഒരുപാട് കലാകാരന്മാരെ നാടിന് സമ്മാനിക്കാൻ കഴിയുന്ന വലിയൊരു നിലയിലേക്ക് കൃപ മ്യൂസിക് സ്കൂൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഇനി ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് പുഷ്പശോഭനൻ അവർക്കാണ് നന്ദി അറിയിക്കേണ്ടത്. CSI ചൂരക്കുഴി സഭയിലെ പുരോഹിതൻ കൂടെയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും ഈ പൊതുയോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന് എന്റെ പേരിലും കൃപ മ്യൂസിക്കൽ സ്കൂളിന്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളു. അടുത്തതായി ഇവിടെ ഉദ്ഘാടനത്തിന് കടന്നു വന്നിരിക്കുന്ന പ്രശസ്ത സംഗീതജ്ഞനായ ശ്രീ സന്തോഷ് രാജ അവർക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്. ഇദ്ദേഹത്തിന്റെ പാട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇന്ത്യൻ ടൂറിൽ നിന്ന് വന്ന കേസറ്റിൽ അദ്ദേഹം ഒരു പാട്ടൊക്കെ പാടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേട്ട അറിയാതെ പോയ വഴികളിലെല്ലാം. ഞാൻ അത്യാവശ്യം എനിക്ക് കേൾക്കാൻ പറ്റുന്ന സമയങ്ങളൊക്കെ ഞാൻ കേൾക്കുന്ന ഒരു പാട്ട് കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ സ്കൂളിൽ കടന്നു വന്ന ഈ സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ സന്തോഷ് രാജ അവർക്ക് എന്റെ പേരിലും കൃപ മ്യൂസിക്കൽ സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമുക്ക് 2 പേരുടെ അസാന്നിധ്യം ഇവിടെ ഉണ്ട്. ഒന്ന് ഫാദർ റജിൻ, അതുപോലെ തന്നെ അനിൽ ഭാസ്കർ. 2 പേരും അവരുടേതായിട്ടുള്ള ചില തിരക്കുകൾ കാരണം ഇന്നേ വേദിയിലില്ല. അവരെ ഈ സമയം ഞാൻ ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് ഷിബു സാറിനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. വ്യക്തിപരമായിട്ടൊക്കെ അദ്ദേഹത്തിന്റെ 1-2 പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരുപാട് സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാനതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിലൊക്കെ കുഴിത്തറയിലും പിന്നെ അല്ലാതെ നോട്ട്ബുക്ക് വിതരണങ്ങളും ഈ കഴിഞ്ഞ അധ്യയന വർഷം തുടങ്ങിയപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സഹായിക്കാനൊക്കെ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. മാമനുമായിട്ടൊക്കെ അവർ ചെയ്യുന്ന സോഷ്യൽ സർവീസ് പ്രവർത്തനങ്ങൾ ഫോളോ ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അഡ്വക്കേറ്റ് ഷിബു സാറിന് എൻ്റെ പേരിലും
ഞങ്ങളുടെ കൃപ മ്യൂസിക്കൽ സ്കൂളിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ശ്രീ ചെമ്പൂര് ജയകുമാർ റിട്ടയർഡ് PWD ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തി കൂടെയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പരിപാടികൾക്കായാലും അല്ലാതെ എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോടൊപ്പം ഇവിടെ സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വന്ന അദ്ദേഹം രണ്ട് തരത്തിലുള്ള കലയുണ്ടെന്നും അതിനെപ്പറ്റിയൊക്കെ വിശദീകരിച്ച് സംസാരിച്ചു. അപ്പോ നമുക്ക് വേണ്ടി സംസാരിച്ച ഈ വേദിയിലിരിക്കുന്ന ശ്രീ ചെമ്പൂര് ജയകുമാർ അദ്ദേഹത്തെ ഞാൻ എൻ്റെ പേരിലും കൃപ മ്യൂസിക്കൽ സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വേദിയിലായിരിക്കുന്ന ശ്രീജ നായർ, അവര് പറഞ്ഞല്ലോ ഒരുമിച്ച് പഠിച്ച ബാച്ചാണ്. SSC ബാച്ചിന്റെ ചെമ്പൂരിലെ വിദ്യാർത്ഥികളായിരുന്നു. അവരുടെ ഒരു സംഗമം കൂടെയാണ് നമ്മളിവിടെ കണ്ടത്. ശ്രീജ നായർക്കും എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ നന്ദി രേഖപ്പെടുത്താനുള്ളത് ഇവിടെ ഈ ആയിരിക്കുന്ന അധ്യാപകർക്കാണ്. ബിജു സാറ്, അതുപോലെ തന്നെ ജല ടീച്ചർ, പിന്നെ ഡാൻസ് ടീച്ചർ എനിക്കറിയത്തില്ല. അപ്പോൾ ഈ അധ്യാപകരാണ് നിങ്ങളുടെ മക്കളെ നല്ല നല്ല നിങ്ങളുടെ മക്കളുടെ കഴിവുകൾ ഉണർത്തിക്കൊണ്ട് അടുത്ത തലത്തിലേക്ക് എത്തിക്കുന്നത് ഈ അധ്യാപകരാണ്. അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന അധ്യാപകർക്കും എൻ്റെ പേരിൽ കൃപ മ്യൂസിക്കൽ സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ അടുത്ത നന്ദി പറയേണ്ടത് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മക്കൾക്കാണ്. വിദ്യാർത്ഥികൾ ഏതൊരു മ്യൂസിക് സ്കൂളിൽ നിന്നായിരുന്നാലും അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിരുന്നാലും അതിന്റെ പ്രധാന ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളാണ്, കൊച്ചു മക്കളാണ്. അപ്പോൾ അവരുടെ കലകളെ ഇനിയും അവർക്ക് ഒരുപാട് വളർത്തി നല്ല രീതിയിലുള്ള കലാകാരന്മാരായിട്ട് സമൂഹത്തിന്റെ ബാധ്യത മക്കളായിട്ട് വളരുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൃതജ്ഞതാ പ്രസംഗം തന്നെ വിരമിക്കുന്നു. ഇതിന് ശേഷമാണ് നമുക്ക് കലാപരിപാടികളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും ആസ്വദിക്കുക. നന്ദി, നമസ്കാരം. நண்பர்களே, இந்த நேரத்திலே பொதுக்குழு இதோடு கூட இந்த பொதுக்கூட்டம் முடிவடைகிறது. அருமையான நம்முடைய பிள்ளைகள் அவருடைய கலை நிகழ்ச்சிகளை தொடர்ந்து நாம் கேட்க ஆயத்தப்படுவோம். அருமையான மாணவ மாணவிகள் அவர்கள் ஒரு ஆண்டிலே கற்றுக்கொண்ட மிக சுருக்கமாக மிக சிறப்பாக பாடல்களை மற்றும் இசைகளை மீட்டி ஆண்டவரை மகிமைப்படுத்தவிருக்கிறார்கள். அருமையான பிள்ளைகளுடைய நிகழ்ச்சிகளை நீங்கள் கண்டு கழிக்க உங்களை அன்போடு கேட்டுக்கொள்ளப்படுவீர்கள். நன்றி. വിദ്യാർത്ഥികൾ അണിയിച്ചിരുന്ന പ്രോഗ്രാമുകൾ, ഈ മ്യൂസിക് പ്രോഗ്രാമിലേക്ക് ഊഷ്മളമായ സ്വാഗതം.
ആദ്യമായി മനോഹരമായ ഒരു ഗാനവുമായി കടന്നു വരുന്നു. സ്വരലയ യേശുദാസ് അവാർഡ് ഗന്ധർവ സംഗീത വിന്നർ 2009 ചലച്ചിത്ര പിന്നണി ഗായകൻ സംഗീത സംവിധായകൻ സന്തോഷ് രാജ് സാറിനെ ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹലോ, ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൃപ മ്യൂസിക്കിൻ്റെ കൊച്ചു കുട്ടികളുടെ പ്രോഗ്രാമാണ് ഇനി ഇവിടെ അരങ്ങേറുന്നത്. അതിൻ്റെ ഒരു തുടക്കം എന്നോണം ഞാൻ രണ്ട് പാട്ട് പാടിയിട്ട് പോകാം. അപ്പോൾ മക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ വലിയ വലിയ കലാകാരന്മാരായി അവർ അറിയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.